പക്ഷെ പുനരുദ്ധാനത്തിൽ പങ്ക് വേണോ? യേശുവിന്റെ മരണത്തിൽ പങ്ക് പ്രാപിക്കണം. യേശുവിന്റെ മരണത്തിൽ എങ്ങനെ പങ്ക് പ്രാപിക്കാം? റോമാലേഖനം 6-ാം അധ്യായം 3, 4, 5 വാക്യങ്ങളാ വായിച്ചു വരേണ്ടത്. അവിടെ വായിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കുന്നത് സ്നാനത്താലാണ്. സ്തോത്രം പറഞ്ഞാണ്ട്. സ്നാനം, മലയാള ബൈബിളിൽ സ്നാനം എന്നാണ്, പക്ഷേ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന ബാപ്റ്റിക്സോ, ബാപ്റ്റിസ്മോ, ബാപ്റ്റിസ്മ, ബാപ്റ്റിസം, ലാറ്റിൻ പദം മാമോദീസ. ഇതെല്ലാം മുങ്ങിക്കുളിയുന്ന. അതുകൊണ്ട് സ്നാനപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാതെ യേശുവിന്റെ മരണത്തിൽ പങ്ക് കിട്ടുകയില്ല. സ്തോത്രം. 12 കീഴിലുള്ള ദൈവമക്കളൊക്കെ ചിലര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നോട് എന്റെ വിശ്വാസി തന്നെ ചോദിച്ചൊരു ചോദ്യം പറയാം. ഏതാ ശരി? അവര് സ്നാനപ്പെട്ടു, പക്ഷെ പുള്ളി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഈ സ്നാനത്തിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. വേറൊരു വകുപ്പിലാണ് സ്നാനപ്പെട്ടത്. അതിവിടെ അല്ല, പുറത്തെവിടെ പോയാ അത് ഈ ക്ലാസ് കിട്ടിയില്ല. അതുകൊണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഇതിപ്പം ഏതാ ശരി? ഞങ്ങൾ ഈ മുങ്ങിയത് തെറ്റാണോ? ഞാൻ പറഞ്ഞു, ഈ മുങ്ങിയത് തെറ്റൊന്നുമില്ല, ശരിക്കും നീ മുങ്ങിയതാ ശരി. ഞാൻ ഇന്ന് രാത്രി 12 കീഴിലുള്ള ദൈവമൊക്കെ അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ തിരുത്താം. ഡോക്ടർ യുഹാനൻ, ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ എഴുതി നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചോണം. ഡോക്ടർ യുഹാനൻ മെത്രോപൊലിറ്റി എഴുതിയൊരു ബുക്കുണ്ട്, എ സ്റ്റഡി ബുക്ക് ഫോർ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, പേജ് 49. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, വേദപുസ്തകത്തിൽ ശിശുസ്നാനത്തിന് ആധാരമായി സ്പഷ്ടമായ വാക്യമില്ല. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയതെല്ലാം പ്രായം ചെന്നവരെ വെള്ളത്തിൽ മുക്കിയ ഡോക്ടർ യുഹാനൻ മെത്രോപൊലിറ്റി എഴുതിയതാ. അതുകൊണ്ട് വചനം പറഞ്ഞിട്ട് മാത്രമല്ല നീ മുങ്ങിയത്, കർത്താവ് പറഞ്ഞിട്ട് മാത്രമല്ല, ശിഷ്യന്മാർ കാണിച്ചിട്ട് മാത്രമല്ല, മെത്രോപൊലിറ്റിയുടെ പുസ്തകം കൂടെ അറിഞ്ഞിട്ടാ. സ്തോത്രം പറ. അതുകൊണ്ട് ഇനി അടുത്ത കാര്യം, നമ്മുടെ സഹോദര സഭ, കത്തോലിക്ക സഭ, പാരമ്പര്യ പുസ്തകമല്ല ഞാൻ പറയുന്ന ചരിത്രമാണ്. കത്തോലിക്ക എൻസൈക്ലോപീഡിയ എല്ലാ കത്തോലിക്ക ലൈബ്രറികളിലുമുണ്ട്. കത്തോലിക്ക എൻസൈക്ലോപീഡിയ വോളിയം 2, പേജ് 261. അത് ആ പുസ്തകത്തിൽ പറയുന്ന കാര്യം, സ്നാനമൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നതാന്ന് അറിഞ്ഞോണം, എഴുതി സൂക്ഷിച്ചോണം. ആരും വിചാരിക്കുന്നതല്ല, നിങ്ങൾ വിചാരിക്കരുത് ചെറിയ കാര്യമല്ലേ. കാര്യം കത്തോലിക്ക സഭ പറയുന്നവരെ നമ്മൾ അനുസരിച്ചിട്ടിരിക്കുക. ഏറ്റവും പുരാതനവും സർവ്വസാധാരണമായ രീതി ചോദ്യം ചെയ്യാൻ രാമത്തവിധം നിമഞ്ജനം അഥവാ മുഴുകൽ സ്നാനമായിരുന്നു. ലത്തീൻ സഭകളിലെ മുഴുകൽ സ്നാനം 12-ാം നൂറ്റാണ്ട് വരെ പ്രാബല്യത്തിലിരുന്നു. AD 1311 റാവന്നയിലെ സുന്നകദോസ് വരെ കത്തോലിക്ക സഭ നിയമാനുസൃതമായ ശിശുസ്നാനം അംഗീകരിച്ചിരുന്നില്ല. അപ്പം നമ്മൾ മുങ്ങിയത് 1311 വരെ കത്തോലിക്ക സഭ നടത്തിയത് നമ്മൾ ഇന്ന് നടത്തുക. സോദരം പറ എൻ്റെ ഒരു സൗരങ്ങളെ ആണോ? അപ്പൊ എന്ത് ഭാഗ്യമാണ് നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഇനി കത്തോലിക്ക സഭ തിരുസഭാ ചരിത്ര സംക്ഷേപം, പേജ് 50 വായിക്കുന്ന ഇങ്ങനെയാണ്, ആദ്യ നൂറ്റാണ്ടിൽ വിശ്വാസ സ്നാനമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ നൂറ്റാണ്ടിൽ. ഇനിയുണ്ട് മർത്തോമ സഭ, പേജ് 50, 59, 60. മിശിയുടെ കൂടെ മരിച്ച് മിശിയുടെ അടക്കപ്പെടുന്ന അകമയുള്ള അനുഭവമാണ് മാമോദിസ കൊണ്ട് നടക്കേണ്ടത്. ഒരു സ്തോത്രം പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം ചെറുതൊന്നുമല്ല. സന്തോഷത്തോടെ സ്തോത്രം പറ. സുറിയാനി സഭാചരിത്രം വോളിയം 1, പേജ് 588. എഴുതിയത് യാക്കൂബ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവ. സംശയമുള്ളവർ എഴുതി വെച്ചിട്ട് ഇവരെയൊക്കെ വിളിച്ച് ചോദിക്കണം കേട്ടോ, എന്നോടല്ല എഴുതി. അതാ ഞാൻ കൃത്യം പറയുന്നത്. യാക്കൂബ് തൃതീയൻ പാത്രിയാർക്കീസ് ബാബയിൽ സുറിയാനി സഭാചരിത്രം വോളിയം 1, പേജ് 588. മാമോദീസ ഇത് മുങ്ങൽ മുഖാന്തരം നൽകപ്പെടുന്നു. മലങ്കര സഭ 1962 ജൂൺ, പേജ് 7. ആത്മീയ വളർച്ചയ്ക്കുള്ള മാമോദീസ ശിശുപ്രായത്തിൽ കൊടുക്കേണ്ട ആചാരമായി മാറി. ഹുദായി കാനോൻ സുറിയാനി സഭയുടെ ബേസിക് ഗ്രന്ഥം, നമ്മൾ അത് വൈദിക ശ്രേഷ്ഠന്മാർ ഉപയോഗിക്കുന്ന പാരമ്പര്യ ഗ്രന്ഥമാണ്. 19-ാം പേജ് മുതൽ 27-ാം പേജ് വരെ ഹുദായി കാനോൻ പറയുന്ന കാര്യം അറിയണ്ടേ? പ്രായമുള്ള സ്ത്രീ പൊന്നാഭരണമോ വെള്ളിയാഭരണമോ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമുള്ള സ്ത്രീ. അപ്പൊ നമ്മളതായി പ്രായമുള്ളവരെ മുക്കുന്നതിന്റെ കാര്യം അല്ലേ? ചെറിയ കാര്യം പോലും പാരമ്പര്യ പുസ്തകം പറയുന്ന നമ്മൾ അനുസരിക്കുന്നത്. ബൈബിളിൽ നിന്ന് മാത്രമല്ല, നമുക്ക് എത്ര തെളിവ് കിട്ടിയിട്ട ഇല്ലയോ അങ്ങളെ? നമ്മൾ പാരമ്പര്യ നമുക്ക് നമ്മുടെയൊക്കെ മക്കളല്ലേ പിടിച്ച് മുക്കാൻ ഇഷ്ടമില്ലെന്നിട്ടാണോ? അല്ല. പിന്നെ ഈ പാരമ്പര്യ പുസ്തകം എഴുതി പ്രായമുള്ള സ്ത്രീ പൊന്നാഭരണമോ വെള്ളിയാഭരണം അണിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊരി വെച്ചിട്ട് വേണം കുളത്തിൽ. നമ്മുടെ സഹോദരങ്ങൾ ഊരിയപ്പം ചോദിച്ചത് എവിടുന്നാ ഊരിയത്?
പുസ്തകത്തിൽ തെളിവുണ്ടോ കുഞ്ഞെ? പുസ്തകത്തിൽ മാത്രം തെളിവല്ല. ഹുദായിക്കാരനും ഞങ്ങളോട് പറഞ്ഞു സ്നാനപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം. ഒരു കാര്യം സൗകര്യമൊക്കെ പിടികിട്ടിയോ? നമ്മൾ ചെറിയ ആളൊന്നും അല്ല. സ്തോത്രം പറഞ്ഞു അങ്ങോട്ട്. ഇനി അടുത്തത് ഊരി വെച്ചിട്ട് വേണം കുളത്തിലിറങ്ങാൻ. അപ്പൊ ഇതെവിടെയാ? അതാ ഞങ്ങൾ ഈ കടലിലോ തോട്ടിലോ കുളത്തിലോ ഒക്കെ പോകുന്നത് ഹുദായിക്കാനെന്ന് പറഞ്ഞിട്ടാണ്. കുളത്തിലിറങ്ങാൻ ഇറങ്ങുക. പിന്നെ കുളത്തിലിറങ്ങിയിട്ട് ഈ ശുശ്രൂഷക്കാരൻ ശുശ്രൂഷ നടത്തേണ്ടത് ബാവയുടെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഞാൻ ഇന്നാരെ മുക്കുന്നു എന്ന് പറഞ്ഞ ശുശ്രൂഷ നടത്തേണ്ടത്. നമ്മൾ അങ്ങനല്ലേ പറയുന്നത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ചാക്കോച്ചനെ ഞാൻ മുക്കുന്നു. ഇനി അടുത്ത കാര്യം, പൊങ്ങി വരുമ്പോഴോ സ്നാനം കഴിഞ്ഞ് ഈ സ്ത്രീ കയറി വരുമ്പോൾ ശുശ്രൂഷക്കാരെത്തി അവളെ പുതച്ച് സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ ഈ പുതപ്പ് പുതയ്ക്കുന്നത് നമ്മൾ ചോദിച്ചാൽ എവിടുന്ന ഈ പുതപ്പൊക്കെ? ഏലിയാ വിട്ട പുതപ്പ് അതല്ലിത്. ഹുദായിക്കാനൻ പറയാ വെള്ളത്തിൽ നിന്ന് കുളത്തിൽ നിന്ന് കയറി വരുമ്പോൾ പുതപ്പ് പുതയ്ക്കണം. സഹോദരിമാരെ, ഇതൊക്കെ വലിയ മർമ്മമാണ്. നമ്മൾ ചെയ്യുന്നൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഓർത്തോണേ, യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുക. യേശു ഈ മണ്ണിൽ എനിക്ക് വേണ്ടി കാൽവറി വരെ തകർക്കപ്പെട്ടത് ഞാൻ എൻ്റെ ജഡത്തിൽ ഏറ്റെടുക്കുക. പരസ്യമായി ക്രൂശ് നോക്കാൻ വയ്യ. അതുകൊണ്ട് എൻ്റെ ജഡം, എൻ്റെ വിചാരം, എൻ്റെ വികാരം, എൻ്റെ കഴിവ്, എൻ്റെ കരുത്ത്, എൻ്റെ മിടുക്ക് എല്ലാം ആ വെള്ളത്തിലേക്ക് ഞാൻ അടക്കി യേശു ഉയർത്തതുപോലെ ഉയർക്കുക. എന്തിനാണെന്നറിയാമോ? വീട് നേടാനല്ല, ജോലി നേടാനല്ല, കാറ് നേടാനല്ല, സുഖ സൗകര്യങ്ങൾക്കല്ല, ആർഭാടത്തിനല്ല, യേശുവിന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാൻ. പ്രിയപ്പെട്ടവരെ, വീട് നേടാൻ ഇത് വേണ്ട കേട്ടോ, ജോലിക്ക് ഇത് വേണ്ട, കടം മാറാൻ ഇത് വേണ്ട, നിങ്ങൾക്ക് നല്ല ഭാവി നടക്കാൻ സ്നാനം വേണ്ട. പക്ഷേ കാഹളം മുഴങ്ങുമ്പോ പുനരുദ്ധാനത്തിൽ പങ്കുവേണ്ടേ? ഇന്ന് രാത്രി സഭയെ ചേരാനല്ലിത്, പെന്തക്കോസ്തിലോട്ട് ചേരാനല്ലിത്. IPC, ചർച്ച് ഓഫ് ഗോഡ്, മേജിയും ഷാരോനും ബഥേലും കത്തോലിക്ക, ഓർത്തഡോക്സ്, മർത്തോം, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ ഡിനോമിനേഷനാണ്. ഇതല്ല വലുത്. ക്രിസ്തുവിന്റെ സഭ, എക്ലീഷ്യ, അതിലംഗമാകാനാ സ്നാനം. ഒരു സ്തോത്രം പറഞ്ഞാട്ട് ഇതാണ്. ഇനി പങ്കുള്ളത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി ആ ഭാഗ്യാവസ്ഥ പറയാം. ആ ഭാഗ്യാവസ്ഥയാണ് 1 യോഹന്നാൻ 3:2 വാക്യം ഇങ്ങനെ: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നമ്മൾ ഇതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണും. നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണും. ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ കാണാൻ പോയാ. ആര് പ്രത്യക്ഷനാകുമ്പോഴാ? നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോ. എവിടെ പ്രത്യക്ഷനാകുമ്പോഴാ? കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകയാ. ലോക ചരിത്രത്തിന്റെ നെറുകയിൽ ഇനി അരങ്ങേറാൻ പോകുന്ന ഏറ്റവും വലിയ ദിവസം അതാണ്. കാഹളത്തിന്റെ ധ്വനിയോടെ നമ്മുടെ നാഥൻ വരാൻ പോകയാ. മധ്യാകാശത്ത് മുഴങ്ങാൻ പോകയാ. ഇവിടെ കയറി വരുവീൻ.